ഒരു വ്യക്തിയുടെ തല മാറ്റി പകരം മറ്റൊരു വ്യക്തിയുടെ തല വെച്ചാലോ? ഒരിക്കലും സാധ്യമാകാത്ത കാര്യമെന്നാകും നിങ്ങൾ ചിന്തിക്കുക. നമ്മളിത് കണ്ടിട്ടുണ്ട് ചില ഹോളിവുഡ് സിനിമകളിലൊക്കെ. പക്ഷേ ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാകും? ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയത എന്താണ്? ഇത് യാഥാർത്ഥ്യമാവുമെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് യാഥാർത്ഥ്യമാവുക? ഇനിയിപ്പോൾ യാഥാർത്ഥ്യമാകുന്നില്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമാകാതെ പോകുന്നത്? ഒരു കാര്യം നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് കാണുന്ന ഞാനല്ല ഒരു 10 വർഷം മുമ്പ് കാണുന്നത്, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് കാണുന്നതും ഈ ഞാനല്ല. എന്നിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് പ്രകടമായിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ പോലും കോടാനുകോടി സെല്ലുകളുടെ വ്യത്യാസമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓരോ ദിവസവും പുതിയ സെല്ലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പഴയവ മരണമടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരണമടയുന്ന വലിയൊരു ശവപ്പറമ്പാണ്. അതുപോലെ തന്നെ പുതിയതായി സെല്ലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രി കൂടിയാണ് നമ്മുടെ ശരീരം. അത്രയധികം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ എന്തുകൊണ്ട് തല മാറ്റി മറ്റൊരു തല വെച്ചുകൂടാ? ഒരിക്കലും നടക്കുകയില്ല എന്ന് തന്നെയായിരിക്കും നിങ്ങളുടെ അഭിപ്രായം. പക്ഷേ 1954 അമേരിക്കയിൽ ജോസഫ് ഇ മുറെ ആദ്യമായിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന തൊട്ട് മുൻപ് വരെ ആളുകൾ വിശ്വസിച്ചിരുന്നത് ഒരിക്കലും ഒരു അവയവവും നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമായി. ഈ ഒരു കാലഘട്ടത്തിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് വലിയൊരു സർജറി ഒന്നുമല്ല, ധാരാളമായി സംഭവിക്കുന്നുണ്ട്. അതിനൊരുപാട് അപാകതകളുമുണ്ട്, അസത്യമായ കാര്യം തന്നെയാണ്. പക്ഷേ അതിലൂടെ ജീവൻ നിലനിർത്തുന്ന നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. കിഡ്നി മാത്രമല്ല, ഹൃദയം മാറ്റിവെക്കുന്നുണ്ട്, കണ്ണ് മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ആളുകൾക്ക് കാഴ്ച ലഭ്യമാകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് തല മാറ്റി വെച്ചുകൂടാ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത് തന്നെയാണ് പരിശോധിക്കാൻ പോകുന്നത്. മറ്റ് അവയവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അവയവമാണ് തല. തല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവൻ നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങനെയല്ല. ഒരു പാറ്റയുടെ തല പോയാലും അത് കുറേയധികം മണിക്കൂറുകൾ ജീവിച്ചിരിക്കുമെന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷേ പാറ്റയെ പോലെയല്ല മനുഷ്യൻ. മനുഷ്യൻ്റെ നെർവസ് സിസ്റ്റത്തിൻ്റെ ബഹുഭൂരിപക്ഷവും അടങ്ങിയിരിക്കുന്നത് നമ്മുടെ തലയിൽ തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ എല്ലാ അവയവങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ അത് തലച്ചോറിലാണ്. തലച്ചോറിൻ്റെ സഹായത്താലാണ് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത്. നമ്മുടെ സെല്ലുകളിലെല്ലാം ഓക്സിജൻ എത്തിച്ചേരുന്നതും തലച്ചോറ് കൊണ്ട് തന്നെയാണ്. ഞാൻ ഈ സംസാരിക്കുന്നത് എൻ്റെ തലച്ചോറ് കാരണമാണ്. എൻ്റെ കൈകൾ ചലിപ്പിക്കുന്നതും തലച്ചോറ് കാരണമാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ തലച്ചോറിൻ്റെ സഹായത്താൽ, അല്ലെങ്കിൽ തലച്ചോറ് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ് തല മാറ്റി വെക്കുക എന്നത്. 1950-കൾ തന്നെ തല മാറ്റി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. ആദ്യത്തെ പരീക്ഷണം നടന്നത് റഷ്യയിലാണ്, അതായത് അന്നത്തെ സോവിയറ്റ് യൂണിയനിലാണ്. ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ന്യൂറോ സർജൻ 2 പട്ടികളുടെ തല മാറ്റിവെക്കാനായിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് വലിയൊരു പരാജയം തന്നെയാണ്. ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെ അമേരിക്കയിലും മറ്റൊരു ന്യൂറോ സർജൻ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. എന്നാൽ അത് കുറച്ചു നേരത്തേക്കെങ്കിലും ഒരു വിജയമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത്തവണ അദ്ദേഹം ഉപയോഗിച്ചത് കുരങ്ങന്മാരെയായിരുന്നു. 2 കുരങ്ങന്മാർ. ആ കുരങ്ങന്മാരുടെ തല അദ്ദേഹം മാറ്റിവെച്ചു. മരണമടഞ്ഞ ഒരു കുരങ്ങിൻ്റെ തലയും മറ്റ് ജീവനോടിരിക്കുന്ന ഒരു കുരങ്ങിൻ്റെ തലയും തമ്മിലാണ് മാറ്റിവെച്ചത്. ഇത് ഒരു ചെറിയ വിജയമാണെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ആ കുരങ്ങ് പൂർണ്ണമായിട്ടും പാരാലിസിസ് ബാധിച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ കുറച്ചു നാളത്തേക്ക് അതിന് ജീവൻ നിലനിർത്താൻ സാധ്യമായി. തല മാറ്റിവെക്കുന്നത് ഒരു ചെറിയ വിജയമാണെന്ന് അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അത് വളരെയധികം ക്രൂരതകൾ നിറഞ്ഞിട്ടുള്ള ഒരു പരീക്ഷണം തന്നെയായിരുന്നു. വളരെയധികം നരകയാതനയിലൂടെ കടന്നുപോയാണ് ആ കുരങ്ങ് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയത്. ഏറ്റവും ഒടുവിലായി ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷണം നടത്തിയത് 2015-ലാണ്. ഇറ്റലിയിലെ സർജിയോ കനാവറോ എന്ന ഗവേഷകൻ, അദ്ദേഹം ഒരു പരീക്ഷണം തന്നെ നടത്തി. മനുഷ്യരിലാണ് ഇത്തവണ അദ്ദേഹം പരീക്ഷണം നടത്തിയത്. പക്ഷേ ജീവനുള്ള മനുഷ്യരിലല്ല, മരണമടഞ്ഞ 2 സ്ത്രീകളിലാണ് അദ്ദേഹം തല മാറ്റി വെച്ചത്. അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ ജീവനുള്ള മനുഷ്യർ ഇത് യാഥാർത്ഥ്യമാക്കുമെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് നേരിട്ട് കണ്ടു തന്നെ അറിയാം. എത്തിക്കലി അത് ശരിയായ ഒരു കാര്യമല്ല. അതിനുള്ള അനുമതി അദ്ദേഹത്തിന് ലഭിക്കുമെന്നും തോന്നുന്നില്ല. മെഡിക്കലായിട്ടുള്ള പ്രൊസീജിയറിലേക്ക് കിടക്കാം. ഇത്തരത്തിൽ തല മാറ്റി വെക്കണമെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ചെയ്യേണ്ടത്? ആദ്യമായി ചെയ്യേണ്ടത് ശരീരത്തെ ഫ്രോസൺ സ്റ്റേജിലൂടെ കടത്തിവിടുക എന്നതാണ്. 2 ജീവജാലങ്ങൾ നമുക്ക് വേണം, 2 മനുഷ്യർ നമുക്ക് വേണം. ആ 2 മനുഷ്യരുടെയും ശരീരം പൂർണ്ണമായിട്ടും ഫ്രോസൺ സ്റ്റേറ്റിലായിരിക്കണം. കാരണം നമ്മൾ തല അവിടെ നിന്ന് മുറിച്ചു മാറ്റുന്ന സമയം മുതൽ തന്നെ തലയും അതുപോലെ ഉടലും മരണത്തിലൂടെ കടന്നു പോവുകയാണ്. ഓക്സിജൻ കിട്ടാത്തതിനെ തുടർന്ന് സെല്ലുകൾ മരണമടയുകയാണ്. അത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഫ്രോസൺ സ്റ്റേറ്റിൽ തന്നെ ഉടലും തലയും നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അത് വളരെയധികം ദുർഘടം പിടിച്ച ഒരു പ്രക്രിയ തന്നെയാണ്. അങ്ങനെ ഫ്രോസൺ സ്റ്റേറ്റിൽ ജീവനുള്ള മനുഷ്യനെ നിലനിർത്തുന്നത് വളരെയധികം പ്രയാസമാണ്. ഒരുപക്ഷെ അത് കാരണം ആ വ്യക്തി മരണമടഞ്ഞുവെന്നും വരാം.
ഇങ്ങനെ ഫ്രോസൺ സ്റ്റേറ്റിൽ നിലനിർത്തുന്നതിലൂടെ ഓരോ സെല്ലുകൾക്കും ആവശ്യമായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചു നേരത്തേക്ക് ഏകദേശം 1 മണിക്കൂർ വരെ ഓക്സിജൻ അവിടെ എത്തിയില്ലെങ്കിൽ പോലും അവയ്ക്ക് മരണം സംഭവിക്കുന്നില്ല. രണ്ടാമത്തെ പ്രൊസീജിയർ, അതാണ് ഏറ്റവും ദുർഘടം നിറഞ്ഞ പ്രൊസീജിയർ. ഒരു വ്യക്തിയുടെ തല മുറിച്ചു മാറ്റുക. മുറിച്ചു മാറ്റുമ്പോൾ കൃത്യമായിട്ട് തന്നെ മുറിച്ചു മാറ്റണം. അവിടെ ഒരുപാട് കണക്ഷനുകളുണ്ട്. നമ്മുടെ ശരീരവും തലച്ചോറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്ഷനുകൾ പ്രധാനമായിട്ടും സ്പൈനൽ കോഡാണ്. ആ സ്പൈനൽ കോഡ് കൃത്യമായിട്ട് മുറിച്ചു മാറ്റുക. അത് സാധാരണ തരത്തിലുള്ള ഒരു സർജിക്കൽ ബ്ലേഡോ ഒന്നും ഉപയോഗിച്ചിട്ട് നമുക്ക് സാധിക്കുന്നതല്ല. അതിന് നമുക്ക് ഡയമണ്ട് നൈഫ് തന്നെ വേണ്ടി വരും. അതുപയോഗിച്ച് കൃത്യമായിട്ട് അത് മുറിച്ചു മാറ്റി മറ്റ് വെയിനുകളും ഒക്കെ കട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ മറ്റു വ്യക്തിയുടെയും തല ഇതേ രീതിയിൽ തന്നെ മുറിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഒട്ടും വൈകാതെ ഈ തലകൾ പരസ്പരം മാറ്റുക. മുറിച്ചു മാറ്റിയ എ എന്ന ശരീരത്തിൽ നിന്നുമുള്ള തല ബി എന്ന ശരീരത്തിലേക്കും ബിയിലുള്ള തല എയിലേക്കും മാറ്റേണ്ടതായിട്ടുണ്ട്. നാലാമത്തെയും അവസാനത്തെയും സ്റ്റേജ്. ഈ സ്റ്റേജിൽ വേണം നമുക്ക് തല പരസ്പരം തുന്നിച്ചേർക്കാനായിട്ട്. തല മാത്രം തുന്നിച്ചേർത്താൽ മതിയാവുകയില്ല. ഒരുപാട് മസിലുകളുണ്ട്, അതുപോലെ തന്നെ വെയിനുകളുണ്ട്, പിന്നെ സ്പൈനൽ കോഡുമുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഒട്ടിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമാണ് തൊലികൾ പരസ്പരം തുന്നിച്ചേർക്കേണ്ടത്. ഇത് വളരെയധികം പ്രയാസമുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. ഇതിൽ ചെറിയൊരു വീഴ്ച സംഭവിച്ചാൽ പോലും മരണം സംഭവിച്ചില്ലെങ്കിലും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സംഭവിക്കുന്നതാണ്. നമ്മുടെ തലച്ചോറിൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ ശരീരം മുഴുവനും പ്രവർത്തിക്കുന്നത്. നമ്മൾ ശ്വാസോച്ഛ്വാസം എടുക്കുന്നത് പോലും തലച്ചോറിൻ്റെ സഹായത്താലാണ്. നമ്മുടെ ഇടത് കൈ ചലിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്ന മില്ലി സെക്കൻഡുകൾക്കും ഉള്ളിൽ തന്നെ നമ്മുടെ ഇടത് കൈ ചലിക്കുന്നതാണ്. അതുപോലെ തന്നെ വലത് കൈയും. പക്ഷേ ഇതിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ ഇടത് കൈ ചലിക്കുന്നതിന് പകരം വലത് കൈ ആയിരിക്കും ചലിക്കുക. അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടതായിട്ടുമുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള റിസ്ക്? സമയം തന്നെ വലിയൊരു റിസ്ക്കാണ്. 1 മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം തന്നെയും ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ അത് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഫ്രോസൺ സ്റ്റേറ്റിൽ നിലനിർത്തുക എന്നത് സെല്ലുകളെ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവയ്ക്ക് മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രോസൺ സ്റ്റേറ്റിൽ നിലനിർത്തുന്നത്. പക്ഷേ അത്രയും ചെറിയ താപനിലയിൽ നമുക്ക് ജീവൻ നിലനിർത്താൻ പോലും സാധ്യമായി എന്ന് വരികയില്ല. മറ്റൊരു റിസ്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെയാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ഒരു ഫോറിൻ ബോഡി അല്ലെങ്കിൽ ഒരു ഫോറിൻ സെല്ല് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ നശിപ്പിക്കാനായി ശ്രമിക്കുന്നതാണ്. ധാരാളം ബാക്ടീരിയകളും വൈറസുകളുമൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നുണ്ട്. മിക്കവയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രതിരോധിക്കാനോ നശിപ്പിക്കാനോ സാധിക്കുന്നുമുണ്ട്. വളരെയധികം വിരളമായിട്ടുള്ള വൈറസുകളെ മാത്രമാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രതിരോധിക്കാൻ സാധിക്കാതെ പോകുന്നത്. ബാക്കി എല്ലാത്തിനെയും നശിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ പറയുന്നതെല്ലാം വളരെയധികം മൈന്യൂട്ടായിട്ടുള്ള സെല്ലുകളുടെയും വൈറസുകളുടെയും ഒക്കെ കാര്യമാണ്. നമ്മുടെ തല തന്നെ മാറ്റി വെച്ചാലോ? നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തല എന്ന് പറയുന്നത് ഒരു ഫോറിൻ ബോഡിയാണ്. അതിൻ്റെ ഉള്ളിൽ കോടിക്കണക്കിന് സെല്ലുകളുണ്ട്. ആ സെല്ലുകളെല്ലാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ ബോഡിയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ കാര്യം തന്നെ നമ്മൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും നടപ്പിലാക്കുമ്പോഴും സംഭവിക്കുന്നുണ്ട്. അതിനുവേണ്ടി ചില മരുന്നുകൾ ഡോക്ടേഴ്സ് കൊടുക്കുന്നുമുണ്ട്. അത് ഇമ്മ്യൂണിറ്റി സപ്രസിംഗ് ഡ്രഗ്സ് ആണ്. ആ ഡ്രഗ്സ് കൊടുക്കുന്ന വ്യക്തിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചധികം നാളത്തേക്ക് പ്രവർത്തനരഹിതമാകുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് മറ്റ് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ട്രാൻസ്പ്ലാന്റേഷൻ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരം പൂർണ്ണമായിട്ടും സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്, കുറേയധികം നാളത്തേക്കെങ്കിലും. ചില സമയങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടും ആ ട്രാൻസ്പ്ലാന്റേഷനെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രതിരോധിച്ച് അതിനെ റിജക്റ്റ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ട അവസ്ഥ പോലും പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഒരു തല തന്നെ മാറ്റിവെക്കാൻ ശ്രമിക്കുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റം പൂർണ്ണമായിട്ടും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതുമാണ്. നിലവിലുള്ള ഏത് മരുന്ന് ഉപയോഗിച്ചാലും അത്തരത്തിലുള്ള പ്രതിരോധത്തെ തടുക്കാൻ നമുക്ക് സാധ്യമായി എന്ന് വരികയില്ല. മറ്റൊന്ന് സ്പൈനൽ കോഡ് തന്നെയാണ്. എല്ലാം ജോയിൻ ചെയ്യാം, പക്ഷേ സ്പൈനൽ കോഡിനെ ജോയിൻ ചെയ്യുക വളരെയധികം പ്രയാസമാണ്. അത് വലിയൊരു പരാജയമായി മാറാനുള്ള സാധ്യതയുമുണ്ട്. ചുരുക്കത്തിൽ നമ്മളെക്കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കാം, പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകൾ നടത്താം. പക്ഷേ ജീവനുള്ള ജീവജാലങ്ങൾ ആ എക്സ്പെരിമെൻറ്റ് നടത്തുന്നത് എത്തിക്കലി ശരിയായിട്ടുള്ള കാര്യവുമല്ല. അത്രയധികം വേദനകളിലൂടെ ആയിരിക്കും ആ ജീവജാലങ്ങൾ കടന്നു പോകുന്നത്. അത് അവരുടെ പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോടു കൂടിയാണെങ്കിൽ പോലും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. എത്തിക്കലി അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ചുരുക്കരൂപത്തിൽ പറയുകയാണെങ്കിൽ തല മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് പ്രാവർത്തികമാകുന്ന ഒരു കാര്യമേ അല്ല. ശാസ്ത്രീയമായിട്ട് അത് സാധൂകരിക്കുന്ന ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിലും അത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിലല്ല നമ്മളുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രയോജനം എന്താണ്?
ഇത്തരത്തിലൊരു ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം, അല്ലെങ്കിൽ ആ ട്രാൻസ്പ്ലാന്റേഷന് വിധേയമാകുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതും ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതും കണ്ണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതുമൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിലൂടെ നമുക്ക് ഒരു പുതുജീവൻ തന്നെ നൽകാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ തല മാറ്റിവെക്കുന്നതിലൂടെ എന്ത് പ്രയോജനമാണ് ഉള്ളത്? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്നും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിരവധി ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു സംശയമാണ്, എങ്ങനെയാണ് എന്നെ പോലെ ഒരു ആസ്ട്രോണമർ അല്ലെങ്കിൽ ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആവുക എന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ അതിന് ആവശ്യമായിട്ടുള്ള കോഴ്സുകളില്ല. ഇന്നിവിടെ നമ്മളൊരു കോഴ്സ് ആരംഭിക്കുകയാണ്. നമ്മുടെ തന്നെ സ്വന്തം വെബ്സൈറ്റിലാണ് ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിൽ ഒരു കോഴ്സ് ആരംഭിക്കുന്നത്. ഒരു സർട്ടിഫൈഡ് കോഴ്സാണ്. ഇതിലൊരു എക്സാം ഉണ്ടാകും. ആ എക്സാമിൽ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റും ലഭ്യമാകുന്നതാണ്. നമ്മുടെ നാട്ടിൽ ആസ്ട്രോഫിസിസ്റ്റുകളുടെ എണ്ണം വളരെയധികം കുറവാണ്. അതിൻ്റെ കാരണവും ഇത്തരത്തിലുള്ള കോഴ്സുകളുടെ അപര്യാപ്തത തന്നെയാണ്. അതിന് വലിയൊരു മാറ്റം ഉണ്ടാകാൻ സാധിക്കട്ടെ. നമ്മുടെ നാട്ടിലും ഒരു സ്റ്റീഫൻ ഹോക്കിങ്ങും ഒരു മിഷിയോ കാക്കുവും ഒരു കാൾ സാഗനും ഒക്കെ ഉണ്ടാകുന്നതാണ്. എക്സാം പാസ്സാകുന്നവർക്ക് അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതാണ്. നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസങ്ങളിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഒരു ദിവസം തന്നെ ഒന്നിലധികം ദിവസത്തെ ക്ലാസ്സുകൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാം. ഈ കോഴ്സ് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഒരുപോലെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇതിൽ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ ഈ കോഴ്സിൻ്റെ അവസാന ഘട്ടത്തിൽ എന്നോടൊപ്പം റിസർച്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. ഓൺലൈനിലൂടെ ആയിരിക്കും ആ റിസർച്ച് സെഷൻ നടപ്പിലാക്കുക. ഒരിക്കൽ ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഇതിലെ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ആയുഷ്കാലം ഉപയോഗിക്കാവുന്നതാണ്. അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സ് കോഴ്സിൻ്റെ ഫീസ് 3000 രൂപയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. അതിനുവേണ്ടി വീഡിയോയിൽ കാണുന്നത് പോലെ അഡ്വാൻസ് എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. എനിക്ക് ആസ്ട്രോഫിസിക്സിൽ ഗവേഷണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആകാൻ സാധിക്കുന്നതാണ്. ഇത് എൻ്റെ ഉറപ്പാണ്.